അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മുകളിൽപ്പെട്ട മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ 3 അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ജോലിയിലെ പ്രയാസം, കാഠിന്യം നീങ്ങിക്കിട്ടാൻ വേണ്ടി, സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി, ഗർഭിണിയാകാൻ വേണ്ടി 3 അമലുകൾ. ഇൻഷാ അല്ലാഹ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 14ാമത്തെ ഇസ്മാണ് മുസവ്വിർ എന്നുള്ള ഇസ്മ. യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് സലാമു മുഅ്മിൻ മുഹൈമിൻ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരിഉ യാ മുസവ്വിറു. കഴിഞ്ഞ 13 ഇസ്മുകളെ കുറിച്ച് നമ്മൾ മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് 14ാമത്തെ ഇസ്മ. 14ാമത്തെ ഇസ്മിൻ്റെ ആദത് വരുന്നത് 336 മീം 40, സ്വാദ് 90, വാവ് 6, റാ 200, 336 ആണ് മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ ആദത്. മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ അർത്ഥം വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിക്കുന്നവൻ, രൂപപ്പെടുത്തുന്നവൻ, കൺവെർട്ട് ചെയ്യുന്നവൻ എന്നൊക്കെയാണ് മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ഗൂഗിളിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ മുസവ്വിർ എന്ന വാക്കിൻ്റെ അർത്ഥം ഫോട്ടോഗ്രാഫർ എന്നാണ് കാണുന്നത്. അപ്പം രൂപപ്പെടുത്തുന്നവൻ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, സൂറത്തുൽ ഇൻഫിത്വാറിൽ. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ആരാണ് അള്ളാഹു? അല്ലദീ ഖലഖക, നിങ്ങളെ പടച്ചവനാണ്. ഫസവ്വാക, നിങ്ങളെ സംവിധാനിച്ചവനാണ്. ഫഅദലക, നിങ്ങളെ ശരിയായ രൂപത്തിൽ പടച്ചവനാണ്. നമ്മുടെ 2 ചെവിയും സമമാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ചൊവ്വാക്കി, എല്ലാം ശരിയാക്കി, എല്ലാം സമമാക്കി. 2 കാലും ഒരേ രൂപത്തിലാണ്, 2 കൈയും ഒരേ വലിപ്പത്തിലാണ്. ഒരു കാല് വലുതും ഒരു കാല് ചെറുതുമാണെങ്കിലോ നമ്മൾ വികലാംഗരായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊന്നും ഇല്ലാത്ത രൂപത്തിൽ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളെയും അല്ലാഹു മനോഹരമായ രൂപത്തിൽ സൃഷ്ടിച്ചു. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. അപ്പോൾ മുസവ്വിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപപ്പെടുത്തുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധമായ ഖുർആനിൽ മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ ഒരു വിശദീകരണമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആയത്ത് നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം. ധാരാളം അമലുകൾ മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് ചെയ്യാനും ചൊല്ലാനും നമുക്ക് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. ഭംഗി കൂടാൻ വേണ്ടി. ഭംഗി കൂടാൻ ആഗ്രഹിക്കാത്ത ആണുങ്ങളും ഇല്ല, പെണ്ണുങ്ങളും ഇല്ല. നമ്മളിപ്പോൾ ഉണ്ടായ ഭംഗിയേക്കാൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവണം. ഒരു ദിവസം എത്ര പ്രാവശ്യം കണ്ണാടിയിൽ പോകും? ഒന്ന് കുളിച്ചാൽ നേരെ കണ്ണാടിയുടെ മുമ്പിലേക്ക് പോകും. ഒന്ന് താടിയോ മുടിയോ ശരിയാക്കിയാൽ നമ്മൾ കണ്ണാടിയുടെ മുമ്പിലേക്ക് പോകും. ഒന്ന് പുതിയ വസ്ത്രം ധരിച്ചാൽ കണ്ണാടിയുടെ മുമ്പിലേക്ക് പോകും. ഭംഗി വർദ്ധിക്കാൻ, അതുപോലെ ജോലിയിലെ ഭാരം കുറയാൻ, ഗർഭിണിയാകാൻ, മെൻസസ് ശരിയാകാൻ, ഇങ്ങനെ തുടങ്ങിയ ധാരാളം അമലുകൾ മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഏതാനും ചില അമലുകൾ നമ്മൾ പഠിക്കുകയാണ്. 1ാമത്തെ അമൽ എന്നുള്ളത് ജോലിയിലെ ഭാരം കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും. ഗൾഫിലുള്ള ആളുകളുടെ ജോലി പ്രയാസം അവർക്ക് തന്നെ അറിയുള്ളൂ. അത് പ്രവാസികളോട് നമ്മൾ ചോദിക്കണം. കഠിനമായി പ്രയാസപ്പെടുന്ന പ്രവാസികളുണ്ട്. അതുപോലെ നാട്ടിൽ ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരുണ്ട്. ഇപ്പം നല്ല വേനലാണ്, നല്ല ചൂടുള്ള സമയമാണ്. ഈ പൊരിൻ്റെ ചൂടത്തും വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കഴിഞ്ഞ റമദാനിൽ വരെ നോമ്പെടുത്തുകൊണ്ട് വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ പകൽ സമയത്ത് പണിയെടുത്ത തൊഴിലാളികളുണ്ട്. അതുപോലെ ബിസിനസ് ആണെങ്കിലും, ഓഫീസ് ഡ്യൂട്ടി ആണെങ്കിലും, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന പണിയാണെങ്കിലും ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ ജോലി ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണല്ലോ. അപ്പോൾ ജോലി ഏതാണെങ്കിലും ശരി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നമുക്കൊരു ഭാരം തോന്നുമ്പോൾ, ഒരു ടെൻഷൻ വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു എളുപ്പം കിട്ടാനുള്ള 2 മാർഗങ്ങൾ നമ്മൾ ഉലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. 1ാമത്തെ മാർഗം എന്നുള്ളത് മുസവ്വിർ എന്നുള്ള ഇസ്മ് മോതിരത്തിൽ എഴുതിയിട്ട് ആ മോതിരം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ധരിക്കുക എന്നുള്ളതാണ്.
അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എഴുതിയ മോതിരം ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. വൃത്തിയുള്ള സന്ദർഭങ്ങളിൽ, പരിശുദ്ധമായ സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അല്ലാത്ത മോതിരം പല മോതിരങ്ങളും നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുന്ന മോതിരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുസവ്വിർ എന്നുള്ള ഇസ്മ എഴുതിയ മോതിരം നമ്മൾ ധരിച്ചാൽ ജോലിയിൽ നമുക്കൊരു അതിൻ്റെ ഭാരം കുറഞ്ഞ് നമുക്കൊരു ആശ്വാസവും ഒരു ആനന്ദവും ഒരു എളുപ്പവും നമുക്ക് കിട്ടും. ഒന്നാമത്തെ മാർഗം അതാണ്. രണ്ടാമത്തെ മാർഗം എന്നുള്ളത് എല്ലാ ദിവസവും 336 തവണ സുബ്ഹിക്ക് ശേഷവും മഗ്രിബിക്ക് ശേഷവും യാ മുസവ്വിർ യാ അല്ലാഹ്, യാ മുസവ്വിർ യാ അല്ലാഹ്, യാ മുസവ്വിർ യാ അല്ലാഹ് എന്ന് ചൊല്ലുക എന്നുള്ളതാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന ജോലി ഏതാണെങ്കിലും ആ ജോലിയിലുള്ള ഭാരം കുറഞ്ഞു കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, ഭംഗി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഭംഗി എന്ന് പറഞ്ഞാൽ നിറം മാത്രമല്ല, കറുത്ത ആളുകളെ കാണാനും ഭംഗിയുണ്ടാകും. അള്ളാഹു നമുക്ക് നൽകിയ ശരീരം, ആ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ആകർഷണവും പ്രത്യേകമായ ഭംഗിയും, തൊലിവെളുപ്പല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകമായ ഒരു അള്ളാഹുവിൻ്റെ പ്രകാശവും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ളൊരു ആകർഷണവും ഒരു സൗന്ദര്യവും അള്ളാഹു നമുക്ക് നൽകാൻ 336 തവണ യാ മുസവ്വിറു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ മുഖം കഴുകുക എന്നുള്ളതാണ്. തുടർച്ചയായി നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ അഭൗതികമായ അതിശയിപ്പിക്കുന്ന പ്രകാശം കൊണ്ട്, സൗന്ദര്യം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. മറ്റൊരു മാർഗമുണ്ട്. സൂറത്ത് നൂറിലെ ആയത്തു നൂർ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അല്ലാഹു നൂറു സമാവാതി എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം ചൊല്ലിയിട്ട് ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഓതിയിട്ട് മുഖം കഴുകിയാലും സൗന്ദര്യം വർദ്ധിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. നല്ല ഈമാനോടെ നല്ല തവക്കുലോടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് റിസൾട്ട് കിട്ടും. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട്. മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ. മക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, സമ്മാനമാണ്, കണ്ണിന് കുളിർമയാണ്. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകട്ടെ. ഗർഭിണിയാകാൻ വേണ്ടിയിട്ടുള്ള മുസവ്വിർ എന്നുള്ള ഇസ്മിൻ്റെ അത്ഭുതകരമായ ഒരു അമൽ നമ്മൾ പഠിക്കുകയാണ്. 7 ദിവസം തുടർച്ചയായി നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുക. ആരാണോ ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നത് ആ സ്ത്രീ 7 ദിവസം തുടർച്ചയായി സുന്നത്ത് നോമ്പെടുക്കുക. 7 ദിവസവും നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴം കൊണ്ടും ഒരു വെള്ളപാത്രത്തിൽ 21 തവണ മുസവ്വിർ എന്നുള്ള ഇസ്മ എഴുതിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ എഴുതിയത് കലക്കി കുടിച്ചുമാണ് നോമ്പ് തുറക്കേണ്ടത്. ഈത്തപ്പഴം കൊണ്ടും 21 പ്രാവശ്യം മുസവ്വിർ എന്നുള്ള ഇസ്മ എഴുതിയ പാത്രം കലക്കി കുടിച്ചുമാണ് നോമ്പ് തുറക്കേണ്ടത്. ഈ 7 ദിവസങ്ങളിലും രാത്രി സമയത്ത് 22 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇശാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, അതിൻ്റെ സുന്നത്തിനൊക്കെ ശേഷം അല്ലെങ്കിൽ വിത്റിന് മുമ്പായിട്ട് 22 റക്അത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഓരോ ഈ 2 റക്അത്തിന്റെ ശേഷവും 336 തവണ യാ മുസവ്വിർ യാ അല്ലാഹ്, യാ മുസവ്വിർ യാ അല്ലാഹ്, യാ മുസവ്വിർ യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകും. നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച അത്ഭുതകരമായ ഒരു അമലാണ്. നല്ല ഈമാനോടെ ചെയ്യുക. അല്ലാഹു മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ നൽകട്ടെ. നൽകിയ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തട്ടെ. മുസവ്വിർ എന്നുള്ള ഇസ്മിന്റെ ധാരാളം അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാൻ മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു 3 അമലുകൾ നമ്മൾ ചർച്ച ചെയ്തു. ജോലിയുടെ കാഠിന്യം മാറാൻ, സൗന്ദര്യം വർദ്ധിക്കാൻ, ഗർഭിണിയാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.